ഹലോ ഫ്രണ്ട്സ്, കുറെ നാളായിട്ടോ ഒരു ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് ബാംഗ്ലൂരിലുള്ള ഞങ്ങളുടെ റെന്റൽ ഹൗസ് ആണ് കേട്ടോ. ഇത് 1 BHK ആണ് കേട്ടോ. അതായത് ഒരു ബെഡ്റൂമും ഒരു ഹാളും ഒരു കിച്ചണും വരുന്നതാണ്. അപ്പൊ ഇതാണ് നമ്മുടെ ഹാള് വരുന്നത്. ഇവിടെയാണ് നമ്മുടെ TV സ്പേസ് ഉള്ളത്. ഞങ്ങൾ രണ്ടുപേരും അധികം TV ഒന്നും കാണാത്ത ആൾക്കാരായതുകൊണ്ട് ഞങ്ങൾ അതിന്റെ കണക്ഷൻ ഒന്നും കൊടുത്തിട്ടില്ല. പിന്നെ ഈ കാണുന്നത് നമ്മുടെ എയർടെലിന്റെ വൈഫൈ കണക്ഷൻ ആണ് കേട്ടോ. ഡോറിന്റെ സൈഡിൽ തന്നെയാണ് TV ആയതുകൊണ്ട് നല്ല പൊടി പിടിച്ചിട്ടാണ് കേട്ടോ ഇരിക്കണേ. പിന്നെ ടിവിയുടെ ഒരു സൈഡിലായിട്ട് എന്റെ ഒരു ഫോട്ടോ ഉണ്ട്. പിന്നെ ഈ 2 സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ചാവിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് ഇന്നലെ വാങ്ങിക്കൊണ്ടുവന്ന ഉള്ളിയാണ് കേട്ടോ. അതിവിടെ ഒരു സൈഡിലായിട്ട് വെച്ചിട്ടുണ്ട്. തൽക്കാലം അവിടെ വെച്ചേ ഉള്ളൂ. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഒരു കുഞ്ഞു ഹാൾ എന്ന് പറയുന്നത്. ഹാളിന്റെ ഒരു സൈഡിലായിട്ട് ഒരു ചെറിയൊരു ടേബിളും വെച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്ക് 2 പേർക്ക് ഇരിക്കാനുള്ള ചെയർ അവിടെ തന്നെ ഉണ്ട്. പിന്നെ ഈ ടേബിളിന്റെ അടിയിലാണ് ഏറ്റവും വിലപ്പെട്ട സാധനം ഇരിക്കുന്നത്, കണ്ടില്ലേ? ഹാള് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരെ പോകുന്നത് കിച്ചണിലേക്കാണ് കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ ചെറിയ വലിയ കിച്ചൺ എന്ന് പറയുന്നത്. ബാംഗ്ലൂർക്കൊക്കെ വരുമ്പോ ഇതേപോലത്തെ ചെറിയ കിച്ചണൊക്കെ പ്രതീക്ഷിച്ചാൽ മതി കേട്ടോ. കിച്ചണിലേക്കുള്ള ലൈറ്റ് ഇതേ ഇവിടെയാണ്. അപ്പൊ ഇതാണ് നമ്മുടെ കിച്ചൺ. കഷ്ടിച്ച് 1-2 പേർക്ക് നിൽക്കാം, അത്ര സൗകര്യമുള്ളൂ കേട്ടോ. ഇതേ ഈ സൈഡിലായിട്ട് നമ്മുടെ ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട്. ഫ്രിഡ്ജിന്റെ മുകളിൽ പിന്നെ നമ്മുടെ മുട്ട ഇവിടെ എപ്പോഴും ആവശ്യമുള്ള ഒന്നാണ്. പിന്നെ ഇവിടെ കബോർഡൊക്കെ ഉണ്ട്. വേണ്ട പൊടികളൊക്കെ നമുക്ക് അവിടെ വെക്കാം. പിന്നെ കിച്ചണിൻ്റെ താഴെയും കുറേ കബോർഡ്സ് ഉണ്ട്. അവിടെയാണ് ഞങ്ങൾ പാത്രങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കണേ. അല്ലെങ്കിൽ വേറെ സ്പേസ് ഉണ്ടാവില്ല നമുക്ക്. പിന്നെ ഈ ഒരു കേബിൾ എന്ന് പറയുന്നത് നമ്മുടെ ഓലയിനെ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കേബിളാണ് കേട്ടോ. അതൊരു അഡ്ജസ്റ്റ്മെന്റിൽ ഇത് ഇവിടെ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. പിന്നെ നമ്മൾ ഈ വീട്ടിലേക്ക് മാറിയിട്ട് ആകെ വാങ്ങിയിട്ടുള്ള സാധനം ദേ ഇതാണ്, വാട്ടർ പ്യൂരിഫയർ. ആദ്യമൊക്കെ നമ്മൾ ക്യാനിലായിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ 3rd ഫ്ലോർ ആയതുകൊണ്ട് ഏറ്റി വരാൻ ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് ഒരു പ്യൂരിഫയർ വാങ്ങിയതാണ്. പിന്നെ ഇതൊക്കെ ഞങ്ങൾ എക്സ്ട്രാ വാങ്ങിയതാണ് കേട്ടോ, ഇതൊക്കെ തൂക്കിയിടാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതേ കിച്ചന്റെ മുകളിൽ ഫുള്ള് കബോർഡ്സ് ആണ് കേട്ടോ. ഇതിൽ നമ്മൾ എപ്പോഴും നമുക്ക് എത്താത്തതുകൊണ്ട് വേണ്ടാത്ത സാധനങ്ങൾ, അധികം എപ്പോഴും ഉപയോഗിക്കാത്ത സാധനങ്ങളാണ് കേട്ടോ അതിൽ വെച്ചിരിക്കണേ. അപ്പൊ കിച്ചൺ കഴിഞ്ഞു. ഇനി ഹാളിന്റെ തന്നെ ഒരു ചെറിയൊരു മൂലയ്ക്ക് ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്, വാഷിംഗ് മെഷീൻ. അവിടെയാണ് നമ്മൾ വാഷിംഗ് മെഷീൻ വെച്ചിരിക്കുന്നത്. വാഷിംഗ് മെഷീന്റെ തന്നെ തൊട്ടടുത്തായിട്ടാണ് നമ്മുടെ കോമൺ ബാത്റൂം വന്നിരിക്കുന്നത്. കോമൺ ബാത്റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സിംഗിൾ ബെഡ്റൂം ആയതുകൊണ്ട് തന്നെ ഒരൊറ്റ ബാത്റൂമേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇതേ വാഷിംഗ് മെഷീന്റെ സൈഡിലിരിക്കണ ഈ കാർഡ്ബോർഡ് കണ്ടോ. ഈ കാർഡ്ബോർഡ് ബോക്സിന്റെ ഉള്ളിലാണ് നമ്മുടെ ചിന്നിക്കുട്ടി കടന്നിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ റൂമിലേക്കാണ് കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ റൂം. അധികം സ്പേഷ്യസ് ഒന്നും ഇല്ല, എന്നാൽ ഞങ്ങൾക്ക് 2 പേർക്കും അടിപൊളിയായിട്ട് ജീവിക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു വീടാണ് കേട്ടോ ഇത്. പിന്നെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇതേപോലത്തെ വീടുകളൊക്കെയാണ് നമുക്ക് കിട്ടുള്ളൂ. കുറേ പൈസയൊക്കെ കൊടുക്കാൻ പറ്റുമെങ്കിൽ വലിയ വലിയ വീടൊക്കെ കിട്ടും. നമുക്ക് പിന്നെ അതിന്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് നമ്മൾ ഇതിൽ സംതൃപ്തരാണ്. പിന്നെ ഇതാണ് ഞങ്ങളുടെ ഷെൽഫ്. ഈ ഷെൽഫിൽ കുറച്ച് മാഗ്നറ്റൊക്കെ ഞങ്ങൾ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്, സായിബാവയുടെ. പിന്നെ ഈ ഫോട്ടോ എന്ന് പറയുന്നത് ഞങ്ങളുടെ വെഡ്ഡിങ് ടൈമിലുള്ള ഫോട്ടോയാണ്, ഞങ്ങളുടെ സേവ് ദ ഡേറ്റിൻ്റെ ഫോട്ടോയാണ്. പിന്നെ ഇതെന്ന് പറയുന്നത് ഗോവയിലേക്ക് ഞങ്ങൾ ഹണിമൂണിന് പോയപ്പോൾ വാങ്ങിയ മാഗ്നറ്റാണ്. അപ്പോൾ ഇതാണ് ഏറെക്കുറെ ഞങ്ങളുടെ റൂം എന്ന് പറയുന്നത്. അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ വെക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒരു ചെറിയൊരു ടേബിൾ ഇവിടെയും വെച്ചിട്ടുണ്ട്. അവിടെയാണ് എൻ്റെ മേക്കപ്പ് സാധനങ്ങളൊക്കെ ഞാൻ വെച്ചിരിക്കണേ. കാണുമ്പോൾ ചെറുതാണ് തോന്നുമെങ്കിലും 2 പേർക്ക് ഈ വീട് ധാരാളമാണ് കേട്ടോ. അപ്പം